ഡൽഹിയിൽ ഹരിത പടക്കത്തിന് അനുമതി. സുപ്രീം കോടതിയാണ് അനുമതി നൽകിയത്. ദീപാവലിക്ക് മുന്നോടിയായാണ് ഉത്തരവ്. ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, എന്താണ് ഈ ഹരിത പടക്കം? ഈ ഹരിത പടക്കം നേരത്തെ ഡൽഹി ഹൈക്കോടതി തന്നെ നിരോധിച്ചതാണ്. കാര്യം പടക്ക വിൽപ്പന തന്നെ നേരത്തെ നിരോധിച്ചതാണ്. പക്ഷേ പ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു പടക്കങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാം എന്നുള്ള ഒരു ഇളവാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന് ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഈ പടക്കം പൊട്ടിച്ചതിന് ശേഷം ദീപാവലിക്ക് പിറ്റേന്ന് മുതൽ ഒരു 2 ആഴ്ചത്തേക്ക് ഡൽഹി ഒരു ശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയ മാലിന്യ വിഷമയമായ ഒരു നഗരമായി മാറുന്ന ഒരു കാഴ്ചയാണുള്ളത്. പക്ഷേ ഈ ഹരിത പടക്കം പൊട്ടിക്കുമ്പോൾ ആ തരത്തിലുള്ള ഈ സാധാരണ കരിമരുന്ന് പടക്കം പൊട്ടിക്കുന്നത് പോലുള്ള ഒരു ദോഷവശങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരും ഇതിനനുകൂലമാണ്. ഈ ഹരിത പടക്കം പൊട്ടിക്കാനുള്ള ഒരു അനുമതി നൽകണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ 15 മുതൽ 21 വരെ വിൽപ്പന നടത്താം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ ഡൽഹി നിവാസികളെ പ്രത്യേകം അറിയിക്കണം. മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. അനുമതിയില്ലാതെ നിർമ്മിച്ച പടക്കങ്ങൾ പോലീസ് പിടിച്ചെടുക്കണം. വായു ഗുണനിലവാര പരിശോധന സൂചിക 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ അതിന്റെ പരിശോധന നടത്തി സുപ്രീം കോടതിയെ കൃത്യമായി അറിയിക്കണം എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് മാനദണ്ഡങ്ങളിൽ സുപ്രീം കോടതി ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത്.